ഗൈസ് നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് നമ്മുടെ ജാർഖണ്ഡ് ടു കേരള ട്രിപ്പിന് വേണ്ടിട്ട്. അപ്പൊ ഇതെന്റെ വീട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പോവാൻ നേരത്തെ എന്റെ ഇവിടുത്തെ ദീദി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ദീദി ഉണ്ട്. ദീദി കൊണ്ട് തന്നതാണ് ദീദിയുടെ വീട്ടിലുണ്ടായ വെളുത്തുള്ളി. അപ്പൊ ഇങ്ങനെ വെളുത്തുള്ളി അവര് ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ അതായത് വെളുത്തുള്ളി ഫുള്ള് പറിച്ചിട്ട് ഇത് ഓർഗാനിക് ആണ്, ഒരു വളം ഒന്നും ഇടാത്ത, എന്ന് വെച്ചാൽ മറ്റേ ബയോ ഫെർട്ടിലൈസർ മാത്രം, കെമിക്കൽസ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയിരിക്കുന്ന ശുദ്ധമായ വെളുത്തുള്ളിയാണ്. കണ്ടോ, മണ്ണ് വരെ ഉണ്ട്. സോ ഇവിടുത്തെ ആൾക്കാർ ഇത് ഇങ്ങനെ മെടഞ്ഞ് കെട്ടിയിട്ടതാ, ഇങ്ങനെ മുടിയൊക്കെ പിന്നിടുന്ന പോലെ കെട്ടി വെക്കും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് പിടിച്ച് നടക്കാം, ലൈക്ക് ഒരു കവർ പിടിക്കുന്ന പോലെ. അപ്പൊ ഇതിങ്ങനെ കെട്ടി സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് 1 കൊല്ലം 1.5 കൊല്ലം വരെയൊക്കെ അവർ പിന്നെ അടുത്ത സീസണില് വെളുത്തുള്ളി നമ്മളുടെ കൃഷി ചെയ്യണ സമയത്തെ അവർ വെളുത്തുള്ളി വീട്ടിൽ വാങ്ങുള്ളൂ. അതായത് സ്വന്തമായിട്ട് ഉള്ള വെളുത്തുള്ളി, സവാള, പിന്നെ പൊട്ടറ്റോ, ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്യും. എന്നിട്ട് അവർ അവരുടെ സ്റ്റോറേജ് റൂമുണ്ട്, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന റൂമിൽ നിന്ന് എൻ്റെ ദീദി എനിക്ക് വേണ്ടി ഒരു കട എടുത്ത് തന്നു വിട്ടു. ഇതാണ് ഗൈസ് ലവ്. അപ്പം എനിക്കിപ്പോൾ ഇവിടെ വന്ന് പോകുമ്പോൾ എന്താ തോന്നുന്നത്, ഇങ്ങനെ വീടുകളിൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന പറയില്ലേ, എന്നിട്ട് ആ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അമ്മമാരെ വന്ന് തന്നിടില്ലേ, ഇത് കൊണ്ടുപോകണം അത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതേമാതിരിയാണ്. അപ്പം ഹിന്ദിയിൽ അതിൻ്റെ മൈക്ക എന്ന് പറയും. എനിക്കിപ്പം ജാർഖണ്ഡ് എൻ്റെ മൈക്കയിൽ വരുന്നൊരു ഫീലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്വന്തം വീട്ടിൽ വന്നിട്ട് ഞാൻ എവിടെയോ കല്യാണം കഴിഞ്ഞ് പോകുന്ന പോലെയാണ് എനിക്ക് വന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ പോവാം. ഇതിപ്പോൾ വെച്ചില്ലെങ്കിൽ കാറിൽ മൊത്തം വെളുത്തുള്ളിയുടെ മണമായിരിക്കും. അപ്പം താഴെ മാത്രം നമ്മളൊന്ന് കവർ ചെയ്ത് ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സുഖമായിട്ട് ഓർഗാനിക് വെളുത്തുള്ളി ഉപയോഗിക്കും. യെസ് ഗൈസ്, ഇതാണ് വെളുത്തുള്ളി കഥ.